നമസ്കാരം. FCRA ബില്ലിന്റെ പേരിൽ ക്രൈസ്തവ സഭയ്ക്കും സർക്കാരിനുമിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർക്ക് ചാകരയായി. ക്രൈസ്തവ സഭകളെ കുരിശിൽ തറച്ചു നിർത്തി അവർ ഏതോ തീവ്രവാദ പ്രസ്ഥാനത്തെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള വാർത്തകളും ആണ് പുറത്തു വരുന്നത്. ഒരു അമേരിക്കൻ പൗരൻ 91 കോടി രൂപ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ കൊണ്ടുവന്ന് വിവിധ ATMകളിലൂടെ എടുത്ത് മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കി UAPA നിയമപ്രകാരം ജയിലിലായിട്ടുണ്ട്. നമ്മളെല്ലാം വായിച്ച വാർത്തകളാണ്. അതും ഇപ്പോൾ ക്രൈസ്തവ സഭകളുടെ തലയിലായി. ക്രൈസ്തവ നാമധാരികളാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞതുകൊണ്ട് മുഴുവൻ ക്രിസ്ത്യാനികളെയും ആ ഗണത്തിൽപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? മാവോയിസ്റ്റുകൾക്കും നക്സലൈറ്റുകൾക്കും കുടപിടിക്കലല്ല ഇവിടുത്തെ ക്രൈസ്തവരുടെ പരിപാടി, അല്ലെങ്കിൽ സഭകളുടെ പരിപാടി. അയോധ്യ പുനരുദ്ധാരണത്തിന് പിരിച്ച കാശ് അടിച്ചു മാറ്റിയത് കുറെ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് മുഴുവൻ ഹിന്ദുക്കളെയും അതിലെ ഗുണഭോക്താക്കളാക്കി ചിത്രീകരിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് അയ്യപ്പനെ അടക്കം പൊക്കിക്കൊണ്ടുപോയത് കുറെ ഹിന്ദു നാമധാരികളാണ്, ക്രിസ്ത്യാനികളാരും അതിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നാട്ടിലെ മുഴുവൻ ഹിന്ദുക്കളും ശബരിമലയിലെ കളവിന് അല്ലെങ്കിൽ അവിടുത്തെ കൊള്ളയ്ക്ക് പങ്കുണ്ടെന്ന് പറയാൻ പറ്റുമോ? FCRA ഭേദഗതിയിൽ ക്രൈസ്തവർ ആശങ്ക പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾ ആശങ്ക പ്രകടിപ്പിക്കുന്നത് ഉദ്യോഗസ്ഥർ അത് നടപ്പിലാക്കുന്ന രീതിയെപ്പറ്റിയും ഭേദഗതിയിൽ വന്നിട്ടുള്ള അസാധാരണമായ ചില ചട്ടങ്ങളെക്കുറിച്ചുമാണ്. മോട്ടോർ ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ RC ഓണറുടെ കുടുംബം സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നവരെല്ലാം എന്തു ചെയ്യും? അതുപോലെ തന്നെയാണ് സഭയുടെ അംഗങ്ങൾ പിരിച്ചുണ്ടാക്കിയ പള്ളിയും പള്ളിക്കുടവും ആതുരാലയങ്ങളും സർക്കാർ ഏറ്റെടുക്കുമെന്ന ഭേദഗതി വരുമ്പോൾ ഉണ്ടാവുന്നത്. FCRA നിയമത്തിൽ വിദേശത്തു നിന്നും വരുന്ന പണം അതുപയോഗിച്ച് ഏതെങ്കിലും സ്ഥാപനത്തിൽ എന്നെങ്കിലും ഒരു അവ്യക്തത കണ്ടാൽ ഉടനെ തന്നെ ആ സ്ഥാപനം സർക്കാർ ഏറ്റെടുത്ത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായി വിമർശകർ മനസ്സിലാക്കേണ്ടത് വിദേശത്ത് നിന്ന് സഭയ്ക്ക് ലഭ്യമാകുന്ന പണം ആരും സംഭാവനയായി നൽകുന്നതല്ല കൂടുതലും, മറിച്ച് സഭയിലെ സന്യസ്തരും വൈദികരും വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ എല്ലാവർക്കും കിട്ടുന്നത് പോലെയുള്ള ശമ്പളം അവർക്കും ലഭിക്കുന്നു. സന്യസ്തർക്കും വൈദികർക്കും സ്വകാര്യ സ്വത്ത് കാനോൻ നിയമപ്രകാരം അനുവദനീയമല്ലാത്തത് കൊണ്ട് അവർക്ക് ലഭിക്കുന്ന പണം മുഴുവൻ സഭയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. കത്തോലിക്ക സഭയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ആ പണം നിയമാനുസൃതമാണോ അല്ലയോ എന്ന് നോക്കാൻ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. അവരത് മോണിറ്റർ ചെയ്യുകയും തകരാറുകൾ കണ്ടാൽ നടപടിയെടുക്കുകയും ചെയ്യണമെന്നാണ് ക്രൈസ്തവർക്ക് പറയാനുള്ളത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ചെറിയ രീതിയിലുണ്ടാകുന്ന ക്ലറിക്കൽ മിസ്റ്റേക്കിനെ പോലും വലിയ രീതിയിൽ പർവ്വതീകരിച്ച് വലിയ സംഭവമാക്കി മാറ്റി സഭ എന്തോ വേണ്ടാധീനം ചെയ്യുന്നു എന്ന് ബോധപൂർവം വരുത്തി തീർക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ അമേരിക്കൻ പൗരന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇവിടുത്തെ IBയുടെയും അതുപോലെ ഇന്റലിജൻസ് വിഭാഗങ്ങളുടെയും കെടുകാര്യസ്ഥത കൊണ്ട് മാത്രമാണ്. അല്ലാതെ ക്രൈസ്തവ സഭകളുടെ നോട്ടക്കുറവല്ല. ക്രൈസ്തവ സഭകളുമായി യാതൊരു കുലബന്ധം പോലുമില്ല. ക്രൈസ്തവ സഭകൾ രാജ്യത്തിനും പ്രത്യേകിച്ച് കേരളത്തിനും നൽകിയിട്ടുള്ള സംഭാവനകൾ അതാരും വിസ്മരിച്ചു പോയിട്ട് കാര്യമില്ല. മുഖ്യധാര ക്രൈസ്തവ സഭകൾ ഒരിക്കലും ആരെയും മാനസാന്തരപ്പെടുത്തി ക്രിസ്ത്യാനികളാക്കുവാനുള്ള ശ്രമം നടത്തിയിട്ടുമില്ല. അന്യസംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മുഖ്യധാര ക്രൈസ്തവ സഭകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് ആതുര ശുശ്രൂഷകൾ നടത്തിയും പാവപ്പെട്ട ജനങ്ങൾക്ക് സേവനം ചെയ്യുകയല്ലാതെ അവരെ ആരെയും മാമോദീസ മുക്കുവാൻ ശ്രമിച്ചിട്ടുമില്ല. ഏതാണ്ട് 10-28 കൊല്ലം മുമ്പ് ഒറീസയിൽ വെച്ച് കാറപകടത്തിൽ മരണപ്പെട്ട ഒരു കന്യാസ്ത്രീയുടെ സംസ്കാര ശുശ്രൂഷ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ചേർന്നാണ് നടത്തിയത്. പൊതുവെ ഒറീസയിലെ ആദിവാസി സമൂഹം ഈ മൃതദേഹങ്ങൾ കണ്ടാൽ ഒളിച്ചോടുകയോ മാറിപ്പോവുകയോ ആണ് ചെയ്യുന്നത്. സ്വന്തം വീട്ടിലൊരു മരണം നടന്നാൽ പോലും ഏറ്റവും എളുപ്പം അത് വനത്തിൽ കൊണ്ടുപോയി കളഞ്ഞ് ബാധ്യത അവസാനിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. ആ ഒരു സ്ഥലത്താണ് ഈ കന്യാസ്ത്രീയുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് ഒന്നിൽ കൂടുതൽ കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിച്ച് സംസ്കാര ശുശ്രൂഷ നടത്തിയതും അതിൽ ജനം ഒന്നടങ്കം പങ്കെടുത്തതും. ആ കന്യാസ്ത്രീ ആരെയും മതം മാറ്റിയതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ആ നാട്ടിലെ ഓരോ പാവപ്പെട്ടവന്റെയും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കെടുത്ത് അവർക്ക് വേണ്ട സേവനങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ചാനലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന്
ഘോരം പ്രസംഗിക്കുന്നവർ, വാചകമടിക്കുന്നവർ, ഗീർവാണം വിടുന്നവർ ഒന്ന് ചിന്തിക്കണം. അവരല്ലെങ്കിൽ അവരുടെ മുൻ തലമുറക്കാരും പിൻതലമുറക്കാരും ക്രൈസ്തവ മിഷണറിമാർ സൗജന്യമായി നടത്തിയ സ്കൂളുകളിൽ പഠിച്ച് ജോലി വാങ്ങി നല്ല നിലവാരത്തിൽ ജീവിച്ചിരുന്നവരും ജീവിക്കുന്നവരുമാണെന്ന്. ക്രിസ്ത്യൻ മിഷണറിമാർ സ്ഥാപനങ്ങൾ ആരംഭിച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റു മതസ്ഥർ സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും ഒക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാം. പിന്നെ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾക്കും FCRA ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അവിടെയൊക്കെ ഉണ്ടാവാവുന്ന ഒരു എത്ര ഗുരുതരമായ തെറ്റുകളും നിമിഷ നേരം കൊണ്ട് തിരുത്തപ്പെടുകയും ക്ലറിക്കൽ മിസ്റ്റേക്കായി അവസാനിക്കുകയും ചെയ്യും. ഇനി മറ്റൊരു വിദ്വാൻ പറഞ്ഞത് BJPയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. അന്യജാതിക്കാർക്ക് വോട്ട് ചെയ്യാൻ മടിയാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് മധ്യ കേരളത്തിൽ 4 ക്രിസ്ത്യാനികളെ തന്നെ സ്ഥാനാർത്ഥികളായി നിർത്തിയതെന്ന്. ഒന്നാമത്തെ അപ്പൻ, രണ്ടാമത്തെ മകൻ, മൂന്നാമത്തെ ജോർജ് കുര്യൻ, നാലാമത്തെ അനൂപ്. ജോർജ് കുര്യനെ പറ്റി അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ജോർജ് കുര്യനെ നിർത്തേണ്ടിയിരുന്ന സ്ഥലം അത് കാഞ്ഞിരപ്പള്ളി അല്ല. കടുത്തുരുത്തിയിലോ പാലായിലോ പുതുപ്പള്ളിയിലോ മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും നിർത്തിയിരുന്നുവെങ്കിൽ ജോർജ് കുര്യന് പ്രസക്തി ഉണ്ടായിരുന്നേനെ. കാഞ്ഞിരപ്പള്ളിയിൽ നിർത്തേണ്ടിയിരുന്നത് തദ്ദേശവാസിയായ അവിടുത്തുകാരനായ നോബിൾ മാത്യുവിനെ ആയിരുന്നു. ജോർജ് കുര്യന് ഇന്ന് കാഞ്ഞിരപ്പള്ളിയിൽ ലഭിച്ച വോട്ടിനേക്കാൾ ഏകദേശം ഒരു 15,000 വോട്ട് കൂടി കൂടുതൽ പിടിക്കാൻ ബന്ധുബലമുണ്ടായിരുന്ന ഒരാളായിരുന്നു നോബിൾ മാത്യു. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ അടിച്ചൊതുക്കി പോക്കറ്റിൽ കൊണ്ടു നടക്കുന്ന അപ്പനും മോനും നോബിൾ മാത്യുവിനോടുള്ള കടുത്ത ശത്രുത കൊണ്ടാണ് ആ സീറ്റ് അയാൾക്ക് കിട്ടാതെ പോയതെന്ന് ഞാൻ പറയും. മുൻപ് ഇവരെല്ലാം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന കാലത്തും നോബിളിനെ സ്ഥാനാർത്ഥിയാക്കുവാൻ PJ ജോസഫ് തീരുമാനിച്ചപ്പോൾ ശക്തമായി എതിർത്ത് സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കിയത് ഈ PC ജോർജാണ്. രാജീവ് ചന്ദ്രശേഖർ ധരിച്ചു വച്ചിരിക്കുന്നത് പോലെയും മാധ്യമസിംഹങ്ങൾ വാർത്ത പടച്ചുവിടുന്നത് പോലെയും കേരളത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക അപ്പനും മോനും അല്ല. സകലമാന ജനങ്ങളാലും വെറുക്കപ്പെട്ട ഇവർ സഭയുമായി യാതൊരു ബന്ധവും പുലർത്താത്തവരാണ്. സ്ഥാനത്തും അസ്ഥാനത്തും സഭയെ ക്രൂശിക്കാൻ കൂട്ടുനിൽക്കുന്നവരാണ്. സഭയിലെ കീടങ്ങളാണ്. അവരോടുള്ള വ്യക്തിപരമായ വിരോധം കൊണ്ട് മാത്രമാണ് കാഞ്ഞിരപ്പള്ളി പിതാവ് അവർക്ക് വോട്ട് ചെയ്യരുതെന്ന് പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ, ഇറക്കിയെന്ന് എനിക്കറിയില്ല, ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇറക്കിയത്. കാഞ്ഞിരപ്പള്ളിയിൽ നോബിൾ മാത്യു ആയിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ അതൊന്നും സംഭവിക്കില്ലായിരുന്നു. സഭയെ സംബന്ധിച്ചിടത്തോളം FCRA ഒന്നും ഒരു പ്രശ്നമേ അല്ല. അതിനെങ്കിലും മനസ്സിലാക്കണം. ഇതിലും വലിയ പീഡകൾ കണ്ട് വളർന്നവരാണ് ക്രൈസ്തവ സഭകൾ, ക്രിസ്ത്യാനികളും. സഭകൾക്ക് എപ്പോഴും സർക്കാരുകളുമായി യോജിച്ചു പോകണമെന്നുള്ളത് കൊണ്ടാണ് തെറ്റായ പ്രവണതകൾ കാണുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. വടക്കേ ഇന്ത്യയിലെ ഒരു രൂപത 5 കോടി രൂപ വിദേശ സഹായം കൈപ്പറ്റി. കണക്കിലെ അവ്യക്തത മൂലം പലിശ ഇനത്തിൽ വന്ന 40,000 രൂപ അത് തയ്യാറാക്കിയ അക്കൗണ്ടന്റിന് വിട്ടുപോയി. അതിന് 1 കോടി രൂപയാണ് പിഴയിട്ടിരിക്കുന്നത്. ഈ 40,000 രൂപ കണക്കിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആരും എടുത്തോണ്ട് പോയില്ല. എടുത്തെഴുതിയതിൽ എവിടെയോ വന്ന ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക്, ഒരു വ്യത്യാസം. എന്നാൽ ലക്ഷങ്ങളും കോടികളും അന്യമതസ്ഥരുടെ അക്കൗണ്ടുകളിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ ക്ലറിക്കൽ മിസ്റ്റേക്കായി എഴുതിത്തള്ളിയ കേസുകളും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് സഭയെ സർക്കാരുമായി കൂട്ടിയടി നടത്തിച്ച് അതുകൊണ്ട് കാര്യം കാണാൻ കാത്തിരിക്കുന്ന കുറുക്കന്മാർ സൂക്ഷിക്കുന്നത് നല്ലതാണ്. സഭയും ചില കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. സമദൂര സിദ്ധാന്തം NSSനേക്കാൾ കത്തോലിക്ക സഭയാണ് മുറുകെ പിടിക്കേണ്ടത്.